ഒന്നാവില്ല. ദൈവം പിന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും നല്ല തലമുറ ഉണ്ടാകുന്നവരെ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാം നമുക്ക്. എന്താ നോക്കിക്കോളൂ. ധ്രുവം കപടശാലിനോ. ധ്രുവം അർത്ഥം എന്താ? തീർച്ച, ഡെഫിനറ്റ്, തീർച്ച, സർട്ടൻ ആണെന്നാണ്. അൺഡൗട്ടഡ്ലി പ്രൂവ്ഡ് എന്നാണ്. അപ്പോൾ ധ്രുവമാണ്. ആര് പറയുന്ന? കംസന്റെ മനോവികാരമാണ് അവിടെ. ധ്രുവം കപടശാലിനോ. ഈ പെൺകുട്ടി കപടശാലിനിയാണ്. മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ചു. മായാദേവി, ആദ്യ പരാശക്തി. ആ മായാദേവിയാണ് ഇത്. കപടശാലിനി അല്ലാണ്ട് അതിൽ ചില വിദ്വാൻമാരെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇവള് കള്ളപ്പെണ്ണാണ്, കള്ളിക്കുട്ടിയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ പല വ്യാഖ്യാനങ്ങളും പല പുസ്തകങ്ങളിലുണ്ട്. എൻ്റെ കയ്യിലുള്ള 2-3 പുസ്തകങ്ങളിൽ അങ്ങനെ ഉണ്ട്. അതിൻ്റെ അർത്ഥം അതല്ല. കപടശാലിനി എന്ന് പറഞ്ഞാൽ മായാദേവി, സാക്ഷാൽ ദേവി തമ്പുരാട്ടി തന്നെ ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കാര്യം ജ്ഞാനിയായ കംസന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ? വിജ്ഞാനപ്രദമായതെല്ലാം ചൊല്ലിനേൻ, പക്ഷേ അജ്ഞാനിയായതിൽ ഏറ്റതില്ലേതുമേ. ആരോട് പറഞ്ഞതാണിത്? മിണ്ടില്ല. ഓർമ്മയുണ്ടോ ഈ വരി എവിടെയെങ്കിലും? ജ്ഞാനപ്രദമായ എല്ലാം ഞാൻ ഉപദേശിച്ചു, പക്ഷേ കേൾക്കുന്നയാൾ അജ്ഞാനി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും അയാൾ കേട്ടില്ല. അല്ലേ? സീതയെ കൊണ്ട് കൊടുക്കണമെന്നും സാഷ്ടാംഗ പ്രണാമം നിന്ന് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണമെന്നും അങ്ങനെ വന്നാൽ നമ്മുടെ തമ്പുരാനോളം കൃപ മറ്റാർക്കുമില്ലെന്നറിയുക നീ. Correct. So വൈകിപ്പോയി, too late. But better than never being late. അപ്പം അങ്ങനെ ധ്രുവം കപടശാലിനോ മധുഹരസ്യ. ഇത് മധുഹരനാണ്. സാക്ഷാൽ വിഷ്ണു തന്നെ കാവിട്യത്തിൽ വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പണിയാണിത്. വിഷ്ണു മായാദേവിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം തൻ്റെ അവൈലബിൾ നോളജ് കൊണ്ട് കംസൻ ഊഹിച്ചെടുത്തു. അവിടെ പ്രശ്നം വരുന്നത് ഒരു പക്ഷേ ഞാനത് പറയാതെ വിട്ടുപോയാൽ നമ്മളൊരു ദിവസം 1 ശ്ലോകം എടുത്തോ 2 ശ്ലോകം എടുത്തോ എന്നുള്ളതല്ല പ്രശ്നം കേട്ടോ. പറയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി പോകാനാണ്. അതുകൊണ്ട് ആ മധുവിനെ ഞാനൊന്ന് പിടിക്കുകയാണ് അവിടെ. മധുഹരസ്യ. എന്തുകൊണ്ടാണ് മധുഹരൻ എന്ന് വിഷ്ണുവിനെ വിളിക്കുന്നത്? മധുവിനെ കൊന്നണം, അതുകൊണ്ടാണ് മനസ്സിലായി. ആരായി മധു? സിനിമാടൻ മധു അല്ലേ? ഏതായാലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 3-4 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സപ്തതിയോ മറ്റോ ആഘോഷിക്കുന്നുണ്ട്, നവമിയോ സപ്തതിയോ മറ്റോ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടതാണെന്ന് പല ആളിലും മധു. അപ്പോൾ ആ മധു അല്ല. അപ്പോൾ ആ മധുവിനെ വിഷ്ണു കൊന്നിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഏത് മധുവാ? ഭഗവാന്റെ കർണപുടങ്ങളിൽ നിന്ന് ഉണ്ടായ മധു. കൈഭടൻ പേരായ 2 പേരുണ്ടായിരുന്നല്ലോ. ഇതിലിവർ 2 പേരും ഭഗവാന്റെ ആളായതുകൊണ്ട് അങ്ങനെ വിലസമെടുക്കാണ്. അവർ ആഴിക്കടിയിൽ ചെന്നു. അവിടെ ജലത്തിലാണ് അവരുടെ വാസമൊക്കെ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് അവിടെ ഈ വേദം വായിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കരുത്, അത് വേറെ ആരോ പറയണം. അങ്ങനെ വേദം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേദം ഇയാൾ മോഷ്ടിച്ചു. പണ്ട് ഹയഗ്രീവൻ ചെയ്ത പോലെ ഈ വേദങ്ങളെല്ലാം മേങ്ങടെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവർ ബ്രഹ്മാവിനെ പിന്നാലെ പോയി. അവരുമായിട്ട് യുദ്ധമായി. അപ്പോൾ വിഷ്ണുപുത്രന്മാരായതുകൊണ്ട് ഇത്തിരി അഹങ്കാരവും അവർക്കുണ്ട്. ആ യുദ്ധം വന്നു. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ശ്രമിച്ചിട്ടും ബ്രഹ്മാവിന് അവരെ കൊല്ലാൻ സാധിക്കുന്നില്ല. ബ്രഹ്മാവ് തോറ്റുപോരാണ്. മധുവും അവരെന്താ വെച്ചാൽ ആദ്യം മധു അരമണിക്കൂർ യുദ്ധം ചെയ്യും. മറ്റുള്ളവർക്ക് കൈപിടം വരും. പിന്നെ കൈപിടം വിശ്രമിക്കും. പിന്നെ മധു വരും. അങ്ങനെ വിശ്രമിച്ച് 2 പേരും കൂടി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവസാനം എന്ത് പറ്റി? അദ്ദേഹത്തിന് ക്ഷീണമായി. അദ്ദേഹം മടുത്തു. നേരെ ചെന്ന് ദേവിയോട് പറഞ്ഞു, പരാശക്തിയെ വിളിച്ചു പറഞ്ഞു അവിടെ പോകാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറയണം. അപ്പോൾ വിഷ്ണു പറഞ്ഞു പരാശക്തിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊല്ലാൻ മരിക്കാനുള്ളൊരു വരം അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല. പിന്നൊരു പണിയുള്ളൂ, സൂത്രത്തിന് വഞ്ചിച്ച് അവരെ കൊല്ലണം. 5000 കൊല്ലം തപസ് ചെയ്തേനെ കേട്ടോ.
5000 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ദേവിയിൽ നിന്ന് പരാശക്തിയിൽ നിന്ന് ആ വരം എടുത്തത്. ആ വരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. വേഗം അവരെ പറഞ്ഞു, ഞങ്ങളെ ആരും കൊല്ലരുത്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് മരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞു. വരുമ്പോൾ വിഷ്ണു അറിയിച്ചു. വിഷ്ണു പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം, ഞാനത് നേരിട്ട് പോയി നോക്കട്ടെ. വിഷ്ണു ചക്രവും കൂടെയൊക്കെ എടുത്ത് വന്നു. ഇവരുമായിട്ട് ഈ കൈപടൻ വധുവായിട്ട് ഇങ്ങനെ യുദ്ധം തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ മാറി മാറി യുദ്ധം ചെയ്ത് അവർ വിഷ്ണുവിനെ വെള്ളം കുടിപ്പിച്ചു. പരാശക്തിയോട് പറഞ്ഞു, എന്താ നിവൃത്തി? ഒരു നിവൃത്തിയുള്ളൂ, ചതിച്ചുകൊല്ലേ അവരെ. യുദ്ധത്തിൽ അത്ര അസാമാന്യമായ അധർമ്മം ചെയ്യുന്നവരെ ചതിച്ചു കൊല്ലാൻ വകുപ്പുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ചതി ചെയ്യാം, എങ്ങനെയും ചതിച്ചു കൊല്ലുക എന്നാണ്. അങ്ങനെ വിഷ്ണു ദിവസം വിഷ്ണുവിൻ്റെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഇവരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു, ഞാൻ മഹാവിഷ്ണുവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ തരാം. അല്ലയോ മഹാവിഷ്ണു, അങ്ങയേക്കാൾ ശക്തിയുണ്ട് ഞങ്ങൾക്ക്, അങ്ങേക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ തരാം. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നാൽ നിങ്ങൾ എൻ്റെ കൈകൊണ്ട് മരിക്കുമെന്നുള്ള വരമാണ് എനിക്ക് ആവശ്യം. ഈ നമ്മളിവിടെ കളിക്കുമ്പോൾ കളി തെറ്റിപ്പോയാൽ പേത്താൻ കളിക്കുക എന്ന് പറയും. രണ്ടാമതൊന്നും കളിച്ചോട്ടെന്ന് വയ്ക്കും. ചെസ്സിൻ്റെ കരുവികളൊക്കെ ഈ പിള്ളേർ ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് സണിൻ്റെ കൂടെയൊക്കെ ചെസ്സിൻ്റെ കളി പഠിപ്പിക്കുന്ന സമയത്ത് അവൻ പറയാം, ഞാൻ അത് മാറ്റിക്കോട്ടെ. പക്ഷെ മാറ്റാൻ പറ്റില്ല, വാക്ക് മാറ്റാൻ പറ്റില്ല. ഹിന്ദുയിസ്റ്റിൽ വാക്ക് മാറ്റാൻ പറ്റില്ല. വരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. നിവൃത്തിയില്ലാതെ കൈഭടന്മാർ ആലോചിച്ച് പറഞ്ഞു, ഓക്കെ ശരി, ഞങ്ങളെ കൊല്ലുവാനുള്ള അധികാരം അങ്ങേക്ക് തരാം, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം. കരയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ ഞങ്ങളെ കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, കൊല്ലണം ജലത്തിൽ വെച്ചും കൊല്ലാം, ഒരിടത്തും വെച്ച് കൊല്ലാൻ പാടില്ല ഞങ്ങളെ, വേറെ എങ്ങനെ വല്ല മാർഗമുണ്ടെന്ന് നോക്കണം പറഞ്ഞു. ഭഗവാൻ അത് അംഗീകരിച്ചു. ഒട്ടൻ തന്നെ ഭഗവാന്റെ തുട ഇങ്ങനെ വലുതായി വന്നു. ആ സമുദ്രത്തെ പൊക്കിപ്പിടിക്കുന്ന അത്രയും ഉയരത്തിലേക്ക് ആ നദിയെ ഉയർത്തി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എങ്ങുമല്ലാതെ വായുവിലുമല്ല, അതുള്ള സമയത്ത് ഇവരെ ഇങ്ങനെ ഈ മടിയിൽ കിടത്തിയിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മധു കൈഭടന്മാർ. ആ മധുവിനെ ഹരിച്ചതുകൊണ്ട് ഭഗവാന് മധുഹരൻ പേര് കിട്ടി. നമ്മൾ കൈഭടൻ്റെ കഥ പറയണ്ട, എന്നാലും മധുഹരൻ എന്നുള്ള കൈഭടഹരൻ എന്നുള്ള ഒരു പര്യായം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ കൈഭടൻ്റെ ഇവിടെ കഥ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ കാര്യം ഞാൻ പറയാം. ഈ വിശ്വസഹസ്രം ചെല്ലുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ ഓരോ നാമത്തിനും ഓരോ കഥകളുണ്ട്. അതിനകത്ത് ഓരോ നാമവുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. ഇപ്പോൾ നമ്മൾ ശിവനെ സാക്ഷാ പരമേശ്വരനെ മൃത്യുഞ്ജയൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് കാരണം? അത് മാർക്കണ്ഡേയൻ്റെ മൃത്യുവിൽ നിന്ന് മാർക്കണ്ഡേയനെ രക്ഷിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൃത്യുഞ്ജയൻ എന്ന് പേര് കിട്ടിയത്. അപ്പോൾ ഓരോ പേരുകൾക്കും അതിൻ്റെ പിന്നെ ഓരോ കഥകളുണ്ട്. ഇദ്ദേഹത്തെ ഹരിഹരൻ എന്നൊക്കെ വിളിക്കുന്നത് ഹരിയെ ഹരിച്ചത് കൊണ്ടാണ്. ഹരിയെ ഹരിക്കാൻ വെച്ചാൽ നമ്മൾ 4 കൊണ്ട് ഹരിക്കണമല്ല, കൊല്ലുക, നിധനം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അവിടെ. അങ്ങനെ അപ്പം ഇദ്ദേഹം നോക്കുക, ധ്രുവം കപടശാലിനോ മുരുകരസ്യമായ ഭവേ. ഈ പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് ഇവിടെ കപടക്കാരിയാണ്, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മായയാണിത്. അതുകൊണ്ട് ഇത് മനുഷ്യരൂപമാണെങ്കിലും ദൈവീക രൂപമാണ് എന്ന് നോം മനസ്സിലാക്കുന്നു. കംസന് വിവരമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അത് എന്നിട്ട് ഭവദസാവിധി കിശോരികാം. കിശോരം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നർത്ഥമുണ്ട്. കിശോരിക എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? ഭഗിനികാരാംഗിതാം. ആ പെൺകുട്ടിയെ ദേവകി ഇങ്ങനെ ആലിംഗനം ചെയ്ത് പിടിച്ച് മുത്തം കൊടുത്ത് ഇങ്ങനെ മടിയിലിരുത്തിയോ നെഞ്ചത്ത് കെടുത്തോ മുല കൊടുക്കോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ സഹോദരിയായ ദേവകിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ, മായാവിലാസത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന ആ പെൺകുട്ടിയെ കംസൻ തട്ടിപ്പറിച്ചു. ഇവിടെ ഒരാലങ്കാരിക ഭാഷയിലൂടെ ഭട്ടതിരിപ്പാട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എപ്രകാരമായിരുന്നു ആ കുട്ടിയെ ദേവകിയിൽ നിന്ന് അദ്ദേഹം എടുത്തത് എന്ന്. അപ്പോൾ സന്ദർഭം ആലോചിക്കണം. അമ്മ പ്രത്യേകിച്ച് പുതുതായൊരു കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്തിങ്ങനെ
കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തരാട്ട് പാടി താലോലിച്ച് വസുദേവർ നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ ഇവർക്ക് പറഞ്ഞുകൂടാ ആ കുട്ടിയെ മാറ്റുക എന്നുള്ള കാര്യം. പിന്നെ ഇവർക്ക് തട്ടിത്തറിഞ്ഞുകൂടാ, പക്ഷേ അപ്രത്യക്ഷത്തിൽ അവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ആലോചിച്ച് കുട്ടിയെ കംസം പറിച്ചെടുത്തു. ആ പറിച്ചെടുക്കുന്ന രംഗം ഭട്ടതിരിപ്പാട് ഭംഗാന്തരേണ ഒരലങ്കാരത്തിലൂടെ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്നു വർണ്ണത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാഖേലം കൃതി. ഉൾപ്രേക്ഷ അലങ്കാരത്തിലൂടെ പറയാണ്. എന്താണ് നോക്കാം. ദീപോ നളിനി കാന്താരിവ മൃണാളി കാമാക്ഷിവ. ദീപോ ആന. ദീപം എന്ന് വെച്ചാൽ ആന. ആന എവിടെ നിന്നാണ്? നളിനികാന്തരാദിവ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു താമരക്കുളത്തിൽ നിന്ന്. നളിനി, ആ നളിനി എന്ന് പറയുന്ന നളിനം. നളിനി എന്നൊരു ഇതുണ്ടല്ലോ. സ്വാമിയം രവിയെ നോക്കി നിൽക്കുമി താമരേ തരളവായി വേറ്റുനി ആമയം തടവിടായിക തൽക്കര സോമമുണ്ടു തിരയുന്നരിക്കിലും. അവിടെ നളിനി താമരയാണ്. അതാണ് ആ പറയുന്നത്. നളിനി ആ ഭഗവതിയുടെ പേര്. പക്ഷെ അതിൽ വയ്ക്കണേ സ്വാമിയം രവിയെ നോക്കി നിൽക്കുമി താമരേ തരളവായി വേറ്റുനി ആമയം തടവിടായിക തൽക്കര സ്തോമമുണ്ട് തിരയുന്നരിക്കിലും. ഈ താമരക്കുളത്തിൽ നിന്ന് ആന താമരവളയം പറിച്ചെടുക്കുന്ന പോലെ രണ്ടെണ്ണമുണ്ട്. ആമ്പലുമുണ്ട്, താമരയുണ്ട് അല്ലേ. വലിയതാണ് താമര. മറ്റേ ചെറിയ പൂവിനെന്താ പറയുക? ആമ്പൽ എന്ന് പറയും. ബഹുവർണ്ണങ്ങൾ രണ്ടുമുണ്ട്. രണ്ടും നല്ല ഭംഗിയാണ്, രണ്ടിനും നല്ല ഗന്ധമുണ്ട്. അപ്പം ആന താമരക്കുളത്തിൽ നിന്ന് താമരവളയം പറിച്ചെടുക്കുന്നത് പോലെയായിരുന്നു ദേവകിയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ കംസൻ പറിച്ചെടുത്തത്. എന്ത് മനസ്സിലായി എന്ന് ആരെങ്കിലും ഒന്ന് വിശദീകരിക്കണം. കാര്യം ശരിയാണ്, നിങ്ങൾ ആ കുട്ടിയെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തായാലും ആ അലങ്കാരം എത്രമാത്രം അവിടെ പിന്നെ കൺജീനിയലാണ്, സ്യൂട്ടബിളാണ്, ആപ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മയവും ദയയും ഒന്നുമില്ലാതെ. വൺ ഓഫ് ദം ശരിയാണ്. ഒരു യാതൊരു മയവും ദയയില്ല എന്നാണ്. രണ്ടാമത് ശാക്തീകമായതിനെ വ്യാഖ്യാനിച്ചാലോ? ആന നല്ല അതെ, ഭയങ്കര ആചാരമാകുമല്ലേ. ലോകത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനിമൽസ് വെച്ച് ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു മൃഗമാണ് ആന. ആ ആന താമരക്കുളത്ത്